സാധനങ്ങൾ ഒരാളെ കയറി വരുന്ന അപ്പോയിന്റ്മെന്റ് എന്തായാലും എല്ലാം തീർന്നല്ലോ. ജോത്സരെ പോയി, എല്ലാം പോയി. ഇനി എന്താ പോകാൻ പോകാനുള്ളതെല്ലാം നേരത്തെ പോയി. ജോത്സരെ ഞാനതെങ്ങനെ പറയും? പറഞ്ഞു തുലക്കണേ. ജോത്സരെ സമാധാനമായി കേൾക്കണം. നീ ഒന്ന് പറയണേ. ഭൂതവും ഭാവിയും വർത്തമാനവും പറയണേ. ഈ ജോത്സ്യർക്കാണല്ലോ ഇത് സംഭവിച്ചതെന്ന് ഓർക്കുമ്പോഴാ നീ പറയുന്നോ അതോ ഞാനതെങ്ങനെ പറയും? പറയണത്. ജോത്സ്യരുടെ മോള് ജോത്സ്യരുടെ ഭാര്യ മോളുടെ മുറി പോയപ്പോ കിട്ടിയ കത്താണിത്. പ്രിയപ്പെട്ട അച്ഛൻ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത് കാരണം ഞാൻ സുഗുണൻ ചേട്ടൻ്റെ കൂടെ സിനിമയിൽ ചാൻസും തേടി മദ്രാസിലേക്ക് പോകുന്നു. ഞങ്ങൾ അവിടെ ജീവിതം കണ്ടെത്തി. പല വാഗ്ദാനങ്ങൾ തന്ന് എന്നെ വഞ്ചിച്ച പൽഗുണൻ ചേട്ടനോട് എനിക്കൊരു പരിഭവമില്ലെന്ന് അച്ഛൻ പ്രത്യേകം പറയണം. ഗുഡ് ബൈ, സ്വന്തം മോൾ. ഓം ശക്കീരായ നമ. എല്ലാവരും ഈശ്വര നിശ്ചയം നമ. ഒരുപാട് സജീവമായി പീഡനത്തിന് അവസാനിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പീഡനത്തിനും പീഡിപ്പിക്കുന്നവർക്കും പീഡിപ്പിച്ചവർക്കും സാങ്കല്പികമായ ഒരു കിരാതമുഖം അണിയിച്ച് അതിനെക്കുറിച്ച് വൃഥാ പ്രസംഗിച്ച് പ്രത്യേകിച്ചൊന്നും പ്രവർത്തിക്കാതെ നടക്കുന്ന ഒരു കൂട്ടം സമയം പോക്കികൾ നമ്മുടെ സമൂഹത്തിൽ വേറൊരു എനിക്ക് ആരുമില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെ. എന്റെ ദൈവമേ, നേരത്തെ അങ്ങ് വിളിക്കണേ. അയ്യോ, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആളുടെ തല്ലി കൊല്ലും. ഇങ്ങനെയുള്ള കേസ് നമ്മൾ സാക്ഷി ചെയ്തോ? ഓ, സ്ഥലത്തെ മെമ്പറായിട്ട് ഇരുന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലേ? ആ ഇന്നും ചെലവിൽ പുതിയ താമസിക്കാൻ വാങ്ങ പെണ്ണാപ്പുറങ്ങൾ അവരെ കെട്ടിയണം തന്നെ. സഹിക്കാൻ പറ്റൂല. നേരം വെളുക്കുമ്പോ തുടങ്ങ അടിയും തൊഴി. ഇവിടെ ആരോടെ അത്ര പരിചയമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരെ പോലെയല്ല. ഒരിക്കൽ മാത്രം. പക്ഷേ നമ്മുടെ പാട്ടുകാരൻ തൊമ്മിക്ക് അവരെ നല്ല പരിചയമാണെന്ന് തോന്നുന്നു. ഒരു ആചാര ബാഹുവും അരിപ്രാവ് പോലും ഒരു പെണ്ണാപ്പുറങ്ങളും. തൊമ്മി പറഞ്ഞതാ, എന്റെ മെമ്പറെ സഹിക്കാൻ പറ്റൂല. നേരം വെളുക്കുമ്പം തുടങ്ങും അടിയും തൊഴിയും. വീണ്ടും തുടങ്ങി. അന്വേഷിക്കാമല്ലോ ഈ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാവല്ലോ. വേണം വേണം, എന്തിനു ചെയ്യണമെന്ന് മെമ്പർ പറഞ്ഞാ ഒരു കാര്യം ചെയ്യും. ആ പെണ്ണിനെ ചെന്ന് കണ്ട് എനിക്കൊരു പെറ്റീഷൻ തരാൻ പറ. എന്നിട്ട് എന്തിനു ചെയ്യാൻ? അത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്നെങ്കിലും വീണ്ടും മന്ത്രിയാവുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാം. എന്താ പോരെ? ഓ മതി മതി. അറിയാമേ, നിങ്ങൾ കണ്ടാ നോക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊരു നട്സ് പോയ മങ്കീസിനെ പോലെ ഇരിക്കുന്ന സീറ്റ് പോയ പോയതുപോലെ തന്നെ. ഓ മന്ത്രിയായതിനു ശേഷം വലിയ സംസാരമൊന്നും. ഞങ്ങൾ വേറൊരു പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് ചുമ്മാ മാഡ്നസ് പാകല്ലേ? അല്ല മേയർ സാറേ. മേയറാ?
നീ എന്തിനാ വിളിച്ചത്? ലെഫ്റ്റ് എങ്ങാണല്ലായിട്ടാണ് റിട്ടയർ ചെയ്തത് കേട്ടോ. ചേൽക്ക.com പാവപ്പെട്ട പട്ടാളക്കാരന്റെ അരി അടിച്ചു മാറ്റിയതിന് 2 ലഫ്റ്റനന്റ് കളർമാർ അകത്ത്. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ദൂക്കാനായോണ്ട് ഇയാൾക്ക് കൊള്ളാം കേട്ടോ. വോട്ട് കേരള സാറേ, സാറിത് കേൾക്കണം. നമ്മുടെ ആ 3-ാം മൈൽ കുട്ടിക്കടുത്ത് 2 പേര് പുതുതായിട്ട് താമസം നടത്തും. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു പെണ്ണിന്റെ നിലവിളിയും അടിക്കുന്ന സൗണ്ടും എല്ലാം കേൾക്കണം. അപ്പൊ ഒരു കാര്യം ഷുവർ ചെയ്യാം, അത് ഹസ്ബൻഡും വൈഫും ആയിരിക്കും, എല്ലാ കാര്യങ്ങളും അടികളുകൂടെ. നമുക്കിത് പരിഹാരം കാണുമല്ലോ പെട്ടെന്ന് സാറേ. ഒരു കാര്യം പറയാം, വല്ലവന്റെയും കാര്യങ്ങളിൽ ചുമ്മാ കൊണ്ടുവന്ന് ഫിംഗറിട്ടാണ്ടല്ലേ മണിദാസും മാനഹാനിയും തന്നെ ഫലം കേരളത്തിൽ. ഒരു പട്ടാളക്കാരൻ രാജ്യത്തെ എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെടണം. തന്നെ ഓ ആര് നമ്മുടെ മുസഫാസിനെ പറ്റി. ഓ എങ്കിൽ ഞാൻ ഇന്നോളം ഇത് ഒരു കാര്യം പറയാം, ചുമ്മാ ഇരുന്ന് മക്കരടിക്കല്ലേ കേട്ടോ. എടാ ഇവന്റെ നിന്റെ കട ആ വരുന്നത് ഷാരി ആയിരിക്കണല്ലേ, ഒരു മെഡിക്കൽ കടയിൽ ഓപ്പറേഷൻ തിയേറ്റർ പോകല്ലേ. ഇതെന്തോ കേരള ട്രഷറി ഇതും കാര്യമാണ്. അതിരിക്കട്ടെ, ഈ ടേബിൾസ് എന്തിരിക്കുന്നു? മുകളിൽ വട വാഴയ്ക്കപ്പോ വട ഇരിക്കണല്ലേ. വട ഒന്നിന് എത്ര രൂപ? ഒരു 2 രൂപ. 2 രൂപയോ? ഇവിടെ വെരി കാസ്റ്റ്ലി ഹാഫ് ആയിട്ട് തരൂ. കാല് കൊടുക്കുവാൻ ചോദിക്കാതിരുന്നത് കൊള്ളാം. എന്തിന് സാറേ, നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ദാരിദ്ര്യം പറഞ്ഞില്ല. ഒരു വട എടുക്കണ്ട. അച്ഛാ എനിക്ക് മുടിയണമെങ്കിൽ മുടിയിട്ട് നാളെ ഇനി ബഡ്ജറ്റ് വടക്ക് ടാക്സ് കൊണ്ടുവരണമെങ്കിൽ അതും തിന്നാൻ നോക്കില്ല. നീ ഒരെണ്ണം ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ഒരെണ്ണം ഫുള്ളായിട്ട് ലോകാ സമസ്ത സുവിരോധമന്തു പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭാഷ മനസ്സിലായില്ല അല്ലേ? ഇതെത്ര മനസ്സിലാണ്? ഇത് ഫ്രാൻസ്. അതിരിക്കട്ടെ, ജവാനെന്ത് ഇവിടെ? നാം സർവ്വവ്യാപിയാണ് വലുത്. നാം എല്ലാം അറിയുന്നു, പട്ടാളത്തിലെ വ്യാജ അരിയിടപാടുകൾ വരെ. കഴിക്കാൻ വല്ല എടുക്കട്ട. നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഭാര്യയില്ല, അമ്മയില്ല, അച്ഛനില്ല വത്സ. കറക്റ്റ് മുടക്കം പറഞ്ഞത് ട്രൂത്ത്. പേര് കണ്ടാ തോന്നുന്നു. മൗനം മണ്ടന്റെ ഭൂഷണം വത്സ. നമുക്ക് ഭക്ഷണം വായുമാണ്. സ്വാ കടുപ്പത്തിലൊരു ചായ എടുക്കൂ വത്സ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഡ്രിങ്ക്സും ഫുഡും ഒന്നും തിന്നുമില്ലെന്ന്? ചായ 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാവ്യവസ്ത്രധാരി സൂര്യനെല്ലി കേസിൽ 18ാം പ്രതി. ജീവിക്കാൻ വേണ്ടി കാവ്യ ഇട്ടെന്നേ ഉള്ളു കേട്ടാ. പിന്നെ ഒപ്പം സംസ്കൃതം പഠിക്കും, അല്ലെങ്കിൽ ഞാൻ വെറും പറയാൻ ഇയാളെക്കാവുന്നു. ഇനി ഞാനിവിടെ ഇരുന്നാല് ശരിയാവില്ല. കമ്മിറ്റി ഓഫീസിൽ ഒരുപാട് ചർച്ചയുണ്ട്. പണി തനിക്കെന്താണെന്നറിയാം, വാജ്പേയിയും മുഷറഫുമായിട്ടുള്ള സംസാരത്തിന് ചർച്ചയെക്കുറിച്ച് ഉച്ചകോടിയെക്കുറിച്ച് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ചർച്ചയുണ്ട്. അതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം വന്നിട്ടുണ്ട്. അതുപോലല്ല ഇതൊന്നും കേട്ടോ, അറിയാമോ? കേരളത്തിന് ഒരു പരുവാക്കി. ഈ പിച്ചക്കാരന്മാര് തമ്മിൽ എന്തൊരു ഉച്ചകോടിയുടെ പിച്ചകോടി പിച്ചക്കോടിയെന്നൊക്കെ പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട്. വെരി തമാശക്കാരൻ. അടുത്ത മുഖ്യമന്ത്രിയാവാൻ പറ്റിയ കാര്യം. താഴെ മറ്റേ കൃഷ്ണന്റെ അനിയൻ മറ്റേ കുമാരന്റെ പാട്ട് കച്ചേരി വല്ലിരിക്കുന്നല്ലേ? അയ്യോ, പാട്ട് കച്ചേരിയല്ല, കുന്നുമ്പുറത്തെ വീട്ടിലെ കൂട്ട് കച്ചേരി. അതെന്തിനാ? അത് സ്വാമി, അത് വന്നിട്ട് അവിടുത്തെ ജെന്റിൽമാൻസ് ഉണ്ടല്ലോ, വൈഫിനെ ഒരേ ബീറ്റിംഗ്. ഹാപ്പി
യവ എന്തൊരു ദുശാന്തൻ. ഇപ്പോഴ് നമ്മുടെ ഇവിടെ ഈ സർക്കാർ ആഫീസുകളിൽ ഈ പെൺപിള്ളേരുടെ എല്ലാം കൈ ചുമ്മാ കയറി പിടിച്ചാൽ മതി, പിടിച്ചകത്താക്കും. ആര് പോലീസ്. അപ്പൊ ഇതുപോലെ പമ്പറുന്നവരെയൊക്കെ പിടിച്ചെടുത്ത് കളിയിട്ട് ഇടിച്ചാൽ നാറും. പിന്നെ പീഡനം. ഒരു മഹാഭാരത കഥയുണ്ട് നമുക്ക്. മഹാഭാരതം അറിഞ്ഞൂടായി. അതിൽ ലവന്മാരെ പറ്റ പാഞ്ചാലിയിലൂടെ ചെയ്തത് ഇതുപോലെയൊക്കെ തന്നെ. അതിരിക്കട്ടെ സാധനം. നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ലവന്മാരെ എല്ലാം കൂട്ടാം. ലവന്മാരെയും കൂട്ടിയിട്ട് ഇതൊന്ന് കോംപ്രമൈസ് ആക്കണമല്ലോ. എന്നിട്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ജവാനുണ്ടല്ലോ, ജവാൻ ഒരു ബാഡി കിട്ടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഭവം ഉണ്ടായി. കാര്യങ്ങൾ ജമ്മിയെ പറഞ്ഞ് തീർക്കാൻ സ്വാമിയാണ് നല്ലത്. സ്വാമി തനിയെ പോയാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓ ശാന്തി ശാന്തി. വായു ഒരു വടയുണ്ട്. അല്ല അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊരു കോംപ്രമൈസ്. നമ്മൾ കോംപ്രമൈസിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അത് പറ്റില്ല. എന്ത്? അത് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മുമ്പും നോക്കൂല പിമ്പും നോക്കൂല. അപ്പോഴും സംഗതി തൊഴിപ്പാവും. ഏത്? അതുകൊണ്ട് ഇതുപോലത്തെ അലമ്പ് പരിപാടികളൊക്കെ ഒന്നും ഞാൻ നേരെ കയറി ഏൽക്കില്ല. നമ്മുടെ എന്നെ തൊട്ടി മുരുകനുണ്ടല്ലോ, താഴെ താമസിക്കുന്ന പറ്റി ഇടിയൻ തൊട്ടി മുരുകൻ അൽപ്പായി അതുപോലെ ഞാൻ ഒന്നും ചെയ്യൂല. വേണമെങ്കിൽ കൂടെ വരാം. അയ്യോ സാറേ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. മോനെ മുരുക, നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ് നാം വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. ദീർഘായിട്ട് 127 വയസ്സ്. അതിന് ആരോട് അടികൂടിയെന്ന് കാലം നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ വായി നോക്കി. ആര്? നമ്മളെ ഞൊട്ടിപ്പാപ്പനാ. ആ ഹാൻഡിക്രാഫ്റ്റ് എന്തൊരു ഇൻവാലിഡാക്കിയത്. ഒന്നും ചെയ്യാതെ കരിങ്കല്ല് വായി നോക്കിക്കൊണ്ടിരിക്കണം. ഇടിയല്ലാതെ വേറെന്തോ കൊടുത്തു. അപ്പോഴും നീ 4-5 ദിവസം മുമ്പ് ഇല്ല താഴെ ശങ്കരന്റെ ശേഷാറിന്റെ അടുത്ത് കളിക്കടിച്ച് എന്തരത്തെ? ഏത് ശങ്കരൻ? എവിടെ ഉണ്ടല്ലോ ഒരു ശങ്കരൻ താമസിക്കാൻ ശങ്കരൻ. അതപ്പോൾ ഇതെന്തൊന്ന് സേവനകാരോ? അത് സിംഗപ്പൂരാ. ആരെടുത്തും ചോദിക്കാതെ റോഡെല്ലാം വൃത്തിയാക്കി പുല്ലെല്ലാം വെട്ടി വിളച്ച്. ഇത് ഒട്ടും ശരിയല്ല. യവൻ വിചാരിച്ച മറ്റവനെ ഒറ്റയ്ക്ക് ഒതുക്കാവും. എന്ത് പറ്റൂലേ? മത്സ, ഈ ദുഷ്കർമ്മത്തിന് നീയാണ് അനുയോജ്യം. ലോകാ സമസ്ത സുഖിനോ കുറവ്. എല്ലാവരും സുഖമായിട്ടിരിക്കും. സ്വാമി, അത് നമുക്കിട്ടൊരു വൈപ്പാണല്ലോ. സുഖിപ്പിക്കരുത്. അമ്മയാണ് ഈ നിൽക്കുന്ന പട്ടാളക്കാരന്റെ അച്ഛനാണ്. നീയാണ് ഇതിന് പേര്. എങ്കിൽ നമുക്ക് പോവാം. സമാനപ്പെട്ട ഇതിനൊക്കെ ഒരു സമയവും സന്ദർഭമൊക്കെ ഒത്തു വരണ്ടേ? അന്നൊരു തെറ്റ്. സമയം നോക്കിക്കൊണ്ടിരുന്നാൽ ഇടി നടക്കുകയില്ല. സന്ദർഭം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. ഏത്? അതിനിക്കിട്ട് നിന്റെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ബ്രദറിന്റെ മെയിൻ ജോലി എന്തൊരു? മീനിങ് എംപ്ലോയ്മെന്റ്. മെയിൻ ജോലി ഇതൊക്കെ തന്നെ. പിന്നെ പാർട്ട് ടൈം ആയിട്ട് അവിടെ ഒരു ഓഫീസിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എവിടെ? അങ്ങ് താഴെ താഴെ ഒരു ഓഫീസ് ഉണ്ടല്ലോ. ഒരു ചൈനക്കാരൻ. അവനെയൊക്കെ മേയ്ക്കാൻ നമ്മളില്ലാതെ ശരിയാവില്ല. അവനെ മേയ്ക്കാൻ തന്നെയാണ് അവിടെ മാനേജർ. പക്ഷെ ഇപ്പൊ അവനെ ഇടിക്കണോ വേണ്ടേ? നീ കിടന്ന് വേളം ഉണ്ടാക്കാതെ നമുക്കിത് എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ചുമ്മാ കിടന്ന് ചർച്ച ചെയ്യാൻ എന്നെ കിട്ടൂല. ഇതെന്തോന്ന് ജവഹർലാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്. അവിടെ ഒരുത്തം വരുമ്പോ ഒരുത്തം പോകും. എല്ലാരും കൂടെ വന്നല്ല പകുതി കൂടുതൽ ഒരു സബ്സ്ക്രിപ്ഷനും തരികയല്ല. വാജ്പേയി മുഷറഫും ചർച്ച ചെയ്യണം. കണ്ടില്ലേ സാമി? ഇത് ചർച്ച ചെയ്തിരിക്കും. അതിന് എന്നെ കിട്ടില്ല. പരിപാടി എല്ലാം ഉള്ളൂ. പരിപാടി 8:30 കട ഒഴിപ്പിക്കൽ, 9 പാങ്ങമ്പാറയും കൊമ്മൻചാണ്ടിയും വേലുത്തമ്പിയും, 9:30 കഴിഞ്ഞാൽ വട്ടിപ്പിൽ, 9:45 നാളത്തെ. പിന്നെ ഞാൻ ഫ്രീ. 9:45 കഴിഞ്ഞാൽ ഫ്രീ. പോയിട്ട് വരട്ടാ. ശരി, ഓക്കെ. ഇവൻ വെറും എന്ത് ചെയ്യാനാ? ഇവൻ ചുമ്മാ ബ്ലപ്പടിക്കായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഇറങ്ങിപ്പോയാ നിങ്ങൾ എന്തൊരു പറഞ്ഞു? എന്ത് 8 കൊല, 33 വെറും കൊടുത്തു,
42 പെരുങ്കുട്ടി, 10-35 പിടിച്ചു വന്നു. ഇതൊന്നും പോരാത്തതിനെ കൊണ്ട് 3-4 ബലാത്സംഗം. ഇത്രയും ബിരുദങ്ങളുള്ള തങ്കപ്പെട്ട ചെറുപ്പക്കാരനാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയത്. ഇതെല്ലാം ഇവൻ ചെയ്യുന്നത് ഇയാളോട് ആര് പറഞ്ഞു? അവൻ തന്നെ, വേറെ ആര് പറഞ്ഞു? പറ്റൂല. കാര്യം എന്താണെന്നറിയാം, വിറ്റ്നസ് വേണം. വിറ്റ്നസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ബിലീവ് ചെയ്യും. പ്രാണികളെ വിളിച്ചുകൊണ്ട് പോയാണ് ആളുകൾ ബലാത്സംഗം ഇങ്ങനെ കുത്തുന്നതൊക്കെ. ഇയാൾ ഏത് പട്ടാളൊക്കെ? പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. ഈ ഞാൻ തന്നെ ഇരിക്കുന്നു. എനിക്ക് പട്ടാളത്തിൽ പ്രൊമോഷൻ കിട്ടാതെ പോയത് എന്തുണ്ട്? അതുപോലെ PT-യിലത് തോറ്റ ഒരുമാതിരി ചൂരെ ചെവരിക്കാത്ത പിള്ളേർ സംസാരിക്കുന്ന പോലെ പറയില്ല കേട്ടാ സാമി. എങ്കിൽ പിന്നെ വെടിവെക്കാൻ അവർ ചൂടോത്തോണ്ടായിരിക്കും. വെടി പോവുക അന്ന് പട്ടാളത്തിൽ കേണലാവണമെന്നുണ്ടെങ്കിൽ ഗുസ്തി മത്സരത്തിൽ വിന്നറായിട്ട് വരണം. മനസ്സിലായോ? അന്ന് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു. അവന്റെ പേരെന്തര്? വേലായുധ സിംഗ്. എന്തിനു പറഞ്ഞു? വേലായുധ സിംഗ് പഞ്ചാബി അല്ലേ? ഈ പേരുള്ള ഒരു പഞ്ചാബി ഒരിക്കലും പഞ്ചാബി കാണില്ല. ചിലപ്പോ കൊല്ലത്താറ്റ കള്ളത്തരം മഹാപുളി. അത് തന്നെ വേലായുധ സിംഗ് ഒന്ന് കൊല്ലത്തുകാരൻ പഞ്ചാബി, ഒറിജിനാലിറ്റി സിംഗ്. എന്നിട്ട് എന്തിനു പറ്റിയെന്ന് അറിയാം, എന്റെ ഈ ബാഡി അഭ്യാസങ്ങളെയുള്ള സ്കില്ലും എല്ലാം കണ്ടുകൊണ്ട് ലമൈ ആര് നമ്മുടെ വേലായുധ സിംഗ് ഗുസ്തിയുടെ മുമ്പ് ഉണ്ടായിട്ട് പറഞ്ഞു വാരിക്കും. എന്റെ പ്രമോഷൻ പോയി, എനിക്ക് കേണലാവാൻ പറ്റി. എന്തിനു ചെയ്യാം? ഫെയ്റ്റ്. അടുത്ത മാസം അങ്ങ് അമേരിക്കയിൽ ലോക മലയാള സമ്മേളനം നടക്കുകയാണ്. അറിഞ്ഞ അതിന്റെ കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കുടുംബം മലയാളിയെ കണ്ടുപിടിക്കുന്ന മത്സരവും നടക്കുന്നുണ്ട്. നമ്മുടെ ലീഡറെല്ലാം പേര് കൊടുക്കുന്നില്ലേ? 1ാം സ്ഥാനത്ത് വരും. ഇതുപോലെ പരിഹാസം അടിക്കണം ജെന്റിൽമാൻമാരെ അങ്ങ് പട്ടാളത്തിൽ കിട്ടിയ എന്തിനാന്ന് അറിയാം. ചുമ്മാ പ്രൊമോഷൻ കൊടുത്ത് വലിയ ബ്രിഗേഡിയർ ആകുമായിരിക്കും. അങ്ങ് ചെന്നാൽ മുട്ടയടിച്ച് തലയിൽ പീരങ്കിയും വെച്ച് ഹിമാലയ പർവ്വതം 3 പ്രാവശ്യം കയറണം. ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട് കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഭമിച്ച കാവ്യഭാവനെ അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ഇത് പണി തീരാത്ത വീട് എമ്മസ്വാദം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹാരം കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഇവിടെ പത്രോസേ, ഈ മത്സരം ഏത്? ഇതാരും നടന്നുകൂടെ? പ്രസിദ്ധ കവി, സാമൂഹ്യ പ്രവർത്തക ജഗദമ്മ. പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാമേ. ഇന്നലെ ഇതാ ഇത് ജീവിതം നോക്കുക. ഉദയബാലി കനകസിംഹാസനത്തിൽ കയറിയിരിക്കും സ്വാമി. ശുനകനോ വെറും ശുംഭനോ? ഇത് സംഭവമാണ് യുഗേ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കുന്നത്? ഏഷ്യാനെറ്റിലെ സരിഗമ കളിച്ചോ? ഇവിടുത്തെ പ്രശ്നം എന്തിനാണ് ജഗദമ്മയ്ക്ക് അറിയാമോ? എല്ലാം ഞാൻ അറിഞ്ഞ എവിടെ ചെന്നാലും സ്ത്രീ പീഡനത്തിന്റെ കഥയല്ലേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം കാണാതെ എനിക്ക് ഊണില്ല, ഉറക്കമില്ല. എത്രയോ പട്ടിണി സമരം ഞാൻ നടത്തിയിരിക്കുന്നു. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു. ഇനി ഇവിടെ ഒന്നും തുറക്കില്ല. ഇവിടെ ആവശ്യം പോലെ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ നിൽക്കുക. ഞങ്ങൾ സ്ത്രീകൾ ദുർബലരാണ് നിങ്ങളുടെയൊക്കെ വിചാരം. സ്ത്രീ ഒരു ജ്വാല എന്ന് തുടങ്ങുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റ് 7 മണി. അത് വായിച്ച യഥാർത്ഥ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കും. ഈ പീഡനം ഞങ്ങൾ അവസാനിപ്പിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ആ മുഴുവൻ പറഞ്ഞതുപോലെ നമുക്ക് ജാഥയായി ചെന്ന് അവിടെ ഇരിക്കാം.
രാവിലെ ഒഴിക്കാൻ പറഞ്ഞു. അതിന് നീ നിന്നെ കൊണ്ട് പറ്റുമോ? നീ അതാണെങ്കിൽ പറ. എനിക്കിരിക്കാൻ പറ്റൂല. 2 കൈയും പിള്ളവാകും. ചായ അടിച്ചതും കൊണ്ട് അതാണ്. അല്ലെങ്കിൽ നമ്മളെ പോലെ അന്തസ്സുള്ളവന്മാരൊക്കെ പറഞ്ഞതില്ല റോട്ടി കിടന്ന് അടിയിടിയോ. അത് നമ്മളില്ല, മുരുകൻ പയ്യന് ഒരു ആത്മബലം കൊടുത്താൽ മതി, അവൻ പോയി ചെയ്തോളൂ. സ്വാമി എങ്കിൽ ഒരു കാര്യം ചെയ്യും. നമ്മൾ ഒരു ഓപ്പറേഷന് ബെഡ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഇറങ്ങുമല്ലേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് AK പാട്ടിട്ട് എടുത്തിട്ട് എന്തൊരു AK പാട്ടിട്ട് അത് അത് പോ. എവിടെ വീട്ടിൽ ഞാൻ വീട്ടിൽ സോമാലിയ 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 അവളൻ സഹോദരി. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിടികിട്ടി. നീയാ ശിവനാരിവൻ വീരപ്പന്റെ അച്ഛൻ. നീ ഏത് കാട്ടി പൊങ്ങുമോ എന്തോ. ആ വർഗസേ, അതുകൊണ്ട് ഇവിടെ ഒരു പീഡനത്തിന്റെ പെറ്റീഷൻ കേസ് കിട്ടിയിട്ടുണ്ട്. കശിയത് കേസെങ്ങനെ? അല്ല, അതിനാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഓ, അപ്പൊ ഇതാണല്ലേ കശി. അപ്പൊ കാര്യം വളരെ എളുപ്പമായി. തേറിയ വെള്ളി കാലി ചുറ്റി. അയ്യോ ഏമാനെ, നീ എവിടെ ഉള്ളത്? ഞാൻ ആരാണെന്നറിയാമോ? അറിഞ്ഞൂടാ. ഞാൻ മനുഷ്യാവകാശത്തിന് വേണ്ടി പൊരുതാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയാം. അറിഞ്ഞൂടാ. ചെന്നി നർമ്മദ, സൂര്യനെല്ലി, വിതുര. അതൊക്കെ സാരമില്ല, എല്ലാവർക്കും ജീവിതത്തിൽ പറ്റും. ഏമാനെ കോഴിക്കോട്ടെ ബസ്സിലെ കേസ്. അയ്യേ, ബസ്സിനും പറ്റാ. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ കൊടുക്കും. കൊടുക്കണം. പക്ഷെ ആരോഗ്യം കൂടെ നോക്കണം. ആരോഗ്യം എല്ലാം ഇപ്പോ സൈലന്റ് വാലി അവളെത്ര സുന്ദരി, അവളുടെ ആഹാര ഭംഗിയും കാമഞ്ജൊലിക്കുന്ന മിഴികളും കണ്ടാൽ ആർക്കാണവളോട് തോന്നാതിരിക്കുക? പ്രേമം. അവളെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഫോറസ്റ്റ് മന്ത്രിയെപ്പോലും വരൂ, നിങ്ങൾ എന്റെ കൂടെ വരൂ, പോകാം നമുക്ക് ആഹോര വനത്തിനുള്ളിലേക്ക്. വരൂ നമുക്കെല്ലാവർക്കും കൂടി പോകാം. എല്ലാവർക്കും കൂടെ? അയ്യോ, എങ്കിലും ഞാനില്ല. എല്ലാവർക്കും കൂടെ പോവാം. ഇവളെന്തങ്ങ് പൊച്ചളഞ്ഞത്? കാശിനൊന്നും വലിയ താല്പര്യമുള്ള കക്ഷിയല്ലെന്നാ തോന്നുന്നത്. പിന്നെ എങ്ങനെ ഇവരെ കുറിച്ച് ഇങ്ങനൊരു പെറ്റീഷൻ കിട്ടി? അയ്യോ ഏമാൻ, ആള് തെറ്റി. ഇത് നമ്മുടെ പ്രസിദ്ധ കവിയല്ലേ ജഗദമ്മ. അയ്യേ, ഇങ്ങനെയായി പോയത്. അയ്യോ ഏമാ, ഇത് കുളമാക്കും. അവർ എന്തിനു വിചാരിച്ചോന്നു. കടുപ്പത്തിൽ ചായ എടുക്കട്ടാ? കടുപ്പത്തിൽ ചായ മാത്രം ഉള്ളോടെ കടിക്കാനാ നക്കാനാ വല്ലതും ഉണ്ടോ നീ അറിയാൻ വേണ്ടി ചോദിച്ചു നോക്ക്. അറിയാമേ പല പോലെ അറിയാമേ പുലരും കൊണ്ട് കൊടുങ്ങി നടക്കും നാടാൻ പെണ്ണാണോ നീ, ഒരു നാടാൻ പെണ്ണാണോ നീ. ഭരണകക്ഷിയോട് കൂറ് കാണിക്കാത്ത പോലീസുകാർക്ക് സ്ഥലം മാറ്റം. ജയലളിതയുടെ ഗുരുവായൂർ സന്ദർശനം. വീരപ്പൻ സംഭാവന ചെയ്ത ആനയെ അടവെച്ചു. സുരക്ഷാ സംവിധാനം പാളി. കേരള പോലീസിലെ ചില പോലീസുകാരെ തമിഴ്നാട് പോലീസ് പൊതിരെ തല്ലി. ഒരു ഏത്തപ്പഴം കൂടി എടുക്ക്, ആവശ്യം വരും. ബാലികാ പീഡനത്തിന് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. അയ്യോ എന്നെ കൊല്ലുന്നു. അയ്യോ, ഓടി മാറണേ. അയ്യോ. നീ കടിക്കാനൊന്നും കൊണ്ട് തന്നില്ലെങ്കിലും വേണ്ട,
അയ്യോ ഏമാനെ ഞാനല്ല ഇടിച്ചത്. അയ്യേ പിന്നെ വേറെ ആരാണ് ഇടിച്ചത്? അയ്യോ ഏമാനെ അതാണ് ഏമാന്റെ പെറ്റീഷൻ കേസ്. അതാണ് കക്ഷി. ഓ അങ്ങ് വടക്കൂന്നുള്ള പാട്ടാണെന്ന് തോന്നുന്നത്. ഏത് നേരം അടിയും തൊഴിയും തന്നെ. അപ്പോ മറ്റവളാ? ഓ ഏമ ഇത് കുളമാക്കും. ഇതാണ് ഏമാന്റെ പെറ്റീഷൻ കേസ്. കക്ഷി എങ്ങനെ എല്ലാം നടക്കൂ? ഓ വന്നിട്ട് 2 ദിവസമായിരുന്നു. ഓഹോ, പീഡന കേസ് അന്വേഷിക്കാൻ പോയ പോലീസുകാരന്റെ 2 മുട്ടും കട്ടപ്പാറ കൊണ്ട് തല്ലി ഓടിച്ച് പാൻറ് ഊരി തലയിൽ വെച്ച് ജനമധ്യത്തിലൂടെ നടത്തി. ഇയാളാര് കൊറേ നേരം കൊണ്ടിരുന്ന് ചൊറിയണല്ലേ? കാര്യം നടന്നില്ലേ? ആര്? നമ്മുടെ പ്രതിപക്ഷ നേതാവല്ലേ സച്ചിദാനന്ദ സാറ്. കേന്ദ്രത്തിലൊക്കെ വലിയ പിടിപാടാണ്. അവന്റെ കേന്ദ്രം ഞാൻ അടിച്ചു വിളിച്ചു. ലോകാ സമസ്ത ബന്ധു എന്തരായി? എന്തൊരു ബന്ധു? ഇയാള് പൊഴിയൂർ പള്ളിയിലെ വികാരിയറ്റല്ലായിരുന്നു. പോലീസ് വത്സൻ നാം അച്ഛനായും അബ്ദുള്ളയായും അർജുനനായും കാലാകാലങ്ങളിൽ അവതരിക്കും. സംഭവാമി യുഗേ യുഗേ എന്ന് കേട്ടിട്ടില്ലേ? ശേഷിയും ക്ഷേമശിയുള്ള പോലീസുകാർ നിൽക്കുമ്പോ ഞങ്ങൾ തീരുമാനിച്ചോളാം കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം. ഏമ ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മല പോലത്തെ സൈസ് ദുര്യോധന്റെ മോന്ത. ഏമ കൈകാര്യം ചെയ്യും. അതറിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ അന്വേഷിക്കാൻ വരില്ലായിരുന്നു അല്ലേ? ഞങ്ങൾ പോലീസുകാർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇയാൾക്ക് എന്തോ അറിയാം. രാവിലെ വന്ന് ഓപ്പറേഷൻ റെഡിയായ പട്ടാളസാന്റെ കാലിന് പറ്റി. കാലിന് എന്തിനു പറ്റി? എടേ കാലത്തെ നിന്റെ പരിപ്പോടെ അടിച്ചോണ്ട് പോയതല്ലേ? വീട്ടിൽ ചെന്നപ്പോ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. സുഖഭേദി സ്മെല്ലെല്ലാം ബെൻഡാബിലെ സൈലല്ലേ. പക്ഷെ എന്തറിയാ, ടോയ്ലറ്റിൽ ഇരുന്ന് വെസ്റ്റേൺ ടോയ്ലറ്റിൽ ഇരുന്ന് പേപ്പറും വായിച്ചോണ്ടിരുന്നപ്പോൾ ഭൂമിയിലൊക്കെ ജോലി അങ്ങ് കുട്ടമ്പിള്ളയുടെ കിണറ് താണുപോയില്ലേ, അതുപോലെ ടോയ്ലറ്റ് മാത്രം അങ്ങ് താണുപോയി. കാല് കയറി ഉണക്കി ഭൂമി കുടുങ്ങിയതായി ഈ ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിവിടെ അങ്ങ് ജംഗ്ഷനിൽ ഭയങ്കര ഷേക്ക്. അതെ, പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന എന്തൊരു പീരങ്കിയാ വടക്കൊപ്പ. ഇതിനെ എടുത്തോണ്ട് വരാന്നല്ലേ ഇവിടെ നിന്ന് പറഞ്ഞു പോയത്. ഇതാണ് പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന പീരങ്കി. ഓ വല്ലഭന് പുല്ലും ആയുധം. ഓ വല്ലഭൻ എന്നാണല്ലേ പേര്? ഓ വല്ലഭൻ. പ്രോസിനെ പറ്റി അറിഞ്ഞൂടാ അല്ലേ? കേരള പോലീസുകാരനായിരിക്കും. യൂണിഫോം കണ്ട അറിഞ്ഞൂടെ? യൂണിഫോം കണ്ട അറിഞ്ഞൂടെ? കൊച്ചപ്പി ഫുട്ബോൾ റെഡ്മൻ റിട്ടയർഡ്. I am Mindo Tangasheri, DYSP Crime Branch, BA First Class, Gold Medalist. Glad to meet you. BA-യിലും MA-യിലും ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ഹരിതവരത്തിലെ ആശ്രമത്തിലെ തോട്ടിക്കവരുണ്ടല്ലേ. അല്ല, ഇതുവരെ പഠിച്ചോ? അയ്യോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കി. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്ന ബെസ്റ്റ് ഐഡിയ എന്താണെന്ന് പറയാം. നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത പോലെ ആ മുരുകനുണ്ടല്ലോ, തൊട്ടി മുരുകൻ, ലെവനെ കൊണ്ടിരിക്കും. മുരുകനെങ്കിൽ മുരുകൻ. അവന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് കേട്ടിടത്തോളം നമുക്കെല്ലാം അത് തന്നെ നല്ലത്. നമ്മളെങ്കിലും സുഖനോപമതി. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവും ക്ഷേമക്ഷയുമുള്ള ഇങ്ങനൊരു പോലീസുകാരൻ ഇവിടെ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ എന്റെ നേതൃത്വത്തിൽ ചെയ്താൽ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാൽ മതിയാ. അത് കണക്ക് പറഞ്ഞത് ശരിയാ. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പാത്രക്കുളത്തില് പട്ടപ്പകലൊരുത്തിനെ മുക്കി കൊണ്ടപ്പോ ചുറ്റും കുറെ പോലീസുകാർ നോക്കി വിടുന്നില്ലേ? അവരെ നയിച്ചത് ഈ അമ്മ തന്നെ. അത് ഞങ്ങൾ പോലീസുകാർക്ക് കുളത്തിലിറങ്ങി ആളെ പിടിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതിനിപ്പോ കൊച്ചിയില് ഒരു കുളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വിമ്മിംഗ് പൂൾ. ലക്ഷങ്ങൾ മുടക്കി മന്ത്രിക്ക് വേണ്ടി പണിത സ്വിമ്മിംഗ് പൂളിൽ മൊത്തം മാക്രിക്കുഞ്ഞുങ്ങളാണ് എന്നാണ് പത്രമാണ്. ലക്ഷങ്ങൾ മുടക്കി പറഞ്ഞ കുളങ്ങളാ കുളമൊക്കെ പോട്ട്. ഇപ്പോഴും അവൻ എവിടെ തവണ കുന്നിന്റെ വരയല്ലേ നമ്മൾ പിടിക്കേണ്ടവൻ. കുന്നിന്റെ വരെ കയറി കള്ളരെ പിടിക്കാനുള്ള ട്രെയിനിങ് ആർക്ക് കിട്ടിയിട്ടുണ്ടാ? അയ്യേ, അതിനെല്ലാം ഞങ്ങൾ കുന്നംകുളത്തിന് കുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിന്.
ഇതാണ് ഞാൻ പറയുന്നത്. കേരള പോലീസിന് ട്രെയിനിങ് വളരെ മോശം. അത് പട്ടാളത്തിലാണെങ്കിലുണ്ടല്ലോ ട്രെയിനിങ് സമയത്ത് ഹിമാലയ പർവ്വതത്തിലെ എവറസ്റ്റ് കൊടുപിടിന്ന് കണ്ടിട്ടില്ലേ? 2 times കയറി ഇറങ്ങണം ഡെയിലി. ഇതിനൊന്നും ഒരുമാതിരി ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് വെടിവെച്ച് പഠിക്കല്, അങ്ങ് ശംഖുമാത്ത് മൗണ്ടനറിംഗ് പ്രാക്ടീസ്, ഒരുമാതിരി കറസ്പോണ്ടൻസ് കോഴ്സ് വഴി സ്വിമ്മിംഗ് പൂൾ പഠിക്കണമല്ല. അല്ലല്ല, അത്തരം ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് തുടങ്ങിയതായും ഈ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പോലീസും കൊള്ളാം പട്ടാളും എല്ലാം കൊള്ളാം. കള്ളനെയും കൊള്ളക്കാരന്മാരെയും പിടിക്കണമെങ്കിൽ ഒടിയം വിദ്യ പഠിച്ചിരിക്കണം. എന്തിന് ഒടിയം വിദ്യ? എങ്കിൽ നമുക്ക് ആടായിട്ടാ മാടായിട്ടാ കഴുതയായിട്ടാ പോലീസുകാരനായിട്ടാ എന്തിന് പട്ടാളക്കാരനായിട്ട് വരെ പോയി കള്ളനെയും പിടിച്ചുകൊണ്ട് ചുമ്മാങ്ങി വരാം. നമ്മുടെ ആശ്രമത്തിൽ ഒടിയം വിദ്യയുടെ ക്ലാസ് തുടങ്ങാണ്, ചേർന്ന വീരപ്പന് ഒടിയും വിദ്യ വശമുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ കണ്ട ഇതുകൊണ്ടാണ് ഞങ്ങള് ഒടിയൻ വിദ്യ പഠിക്കാത്തത്. വേറെ വേല ഇരിക്കുകയാണ് എന്റെ കയ്യിൽ. ഓപ്പറേഷൻ പൂവാൾ. അതെന്തൊരു ഭാഗം? അതായത് എന്റെ എല്ലാ ഓപ്പറേഷൻസിന്റെയും അടിസ്ഥാനം സംഗീതമാണ്. വീരപ്പനെ പിടിക്കാനുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പൂവാൾ. ഇതെന്താണെന്നറിയോ? എന്താന്ന്? ഊത്ത് ബ്യൂഗിൾ. അയ്യേ, ഇതാണ് ഫ്ലൂട്ട്, ഓടക്കുഴൽ. ഞാൻ ഈ ഓടക്കുഴലുമായി വീരപ്പന്റെ കാട്ടിലേക്ക് ഒരു ആട്ടിടേന്റെ വേഷത്തിൽ പോകും. ആടിനെ മേച്ചുകൊണ്ട് ഒരു ആട്ടിടേന്റെ വേഷത്തിൽ പോകും. എന്നിട്ട് ഒരു സാൻഡൽ മരം അവിടെ കണ്ടത് തേക്ക്. എന്നിട്ട് ആ സാൻഡൽ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു ഭൂപാല രാഗം ഞാൻ ഊതും. അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോഴെന്താ സംഭവിക്കാം? സിമ്പിള്. മങ്കീസാണെന്ന് വിചാരിച്ചോണ്ട് അവിടെ ഇരിക്കുന്ന യുവമാരുണ്ടല്ലോ ആദിവാസികൾ അമ്പ ചെയ്ത് മൂട്ടിയിടും. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അയ്യേ, യാതൊരു വിവരമില്ലാത്തത്. ഭൂപാലരാഗമെന്ന് പറഞ്ഞാൽ വിഷാദം ഉണ്ടാക്കുന്ന രോഗമാണ്, രാഗമാണ് ഓപ്പറേഷൻ പൂവാൾ. അപ്പോഴും മനസ്സിലായി. ഇയാൾ ഈ പാടുന്നത് ഊതുന്നത് കേട്ട് മനപ്രയാസം പിടിച്ച് കാട്ടുജാതിക്കാരന്മാരെല്ലാം കൂടെ ഇറങ്ങി ഓടും നാട്ടിലേക്ക്. അവിടെ ഒരുത്തരം കളിതന്നെയല്ലേ സ്വാമിയാണെങ്കിൽ സ്വപ്പ ബുദ്ധിയുണ്ട്. പറഞ്ഞോളൂ. അല്ല, അതിരിക്കട്ടെ, എനിക്കൊരു ഡൗട്ട്. ഇയാള് വീരപ്പൻ സോൾജറിനെ പിടിക്കാനാ അത് ആദിവാസികളെ നാട്ടിലോട്ട് അയക്കാനാ ഇയാള് കാട്ടിപ്പോകും? അതാണ് കുട്ടൻസ്. ആദിവാസികളെ കാണാതാകുമ്പോൾ വീരപ്പൻ കാട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവർ കയറി ഒന്ന് പിടിക്കും. ഐഡിയ എങ്ങനെ? ഒരു ഐഡിയ. ഇത് ഒരുമാതിരി പട്ടം പറത്ത നൂല് കൊണ്ട് തിമിംഗലത്തിനെ പിടിക്കാൻ പോണോ അതോട് ഹേമാന്റെ ഊത്തും തീരും. നല്ല ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ പിടിക്കാൻ പോകുമ്പോൾ എല്ലാ ഓപ്പറേഷൻ എല്ലാം നല്ല മാപ്പ് വന്നിട്ട് ക്ലീൻ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണം അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ പട്ടാളം ചേർന്നാൽ പോയി. കള്ളനെ പിടിക്കണ്ട, കൊള്ളക്കാരനെ പിടിക്കണ്ട, ചുമ്മാ പാള് കളിച്ചിട്ട് നടന്നാൽ മതി. നിമ്മതിയായിട്ട് പുള്ളു പഠിക്കാം അല്ലേ? എന്റെ കൂടെ ആര് പറഞ്ഞു? എന്റെ കൂടെ ഇത് ആര് പറഞ്ഞു? നിനക്കറിയാം കാർഗിൽ വാർ തീർന്നത് എങ്ങനെയെന്ന് നിനക്കറിയാം? അതുകൊണ്ട് അടുത്ത പുളു വരുന്നു. അടുത്ത പുളു ചുമ്മാ ഇരിക്കും. ഞാൻ പറഞ്ഞേരാ. കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് കേട്ടാ, കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് മുസറഫ് ആയിരുന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ലീഡർ. മുസറഫ് അയാളായിരുന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ലീഡർ. നമ്മുടെ കമാൻഡന്റ് ഉണ്ടല്ലോ പുഷ്പുൾ സിംഗ്, ലങ്കയിൽ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ, അല്ല ഇന്ത്യയിലാണ് പറഞ്ഞത്, എന്റെ ഇവിടെ പറഞ്ഞ് ഈ യുദ്ധം ഒന്ന് തീർത്തു കൊടുത്താൽ, മൊത്തമായിട്ട് തീർത്തു കൊടുത്താൽ കാശ്മീരിൽ എനിക്കൊരു ബംഗ്ലാവും ഒരു AK-47 ഇനാമായിട്ട് തരാം. ഓ, അന്ന് കിട്ടിയ AK-47 ആണ് ഇതല്ലേ? പോവാ. ഞാൻ എന്താ പറയാ, ഞാൻ ഫോൺ എടുത്ത് കറക്റ്റ് ആരെ മുസറഫിനെ വിളിച്ച. ഞാൻ മുസറഫിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഇതെല്ലാം ഈ വാറിൽ നിന്ന് ഊരി തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ബംഗ്ലാവ് ഉണ്ടല്ലോ, ബംഗ്ലാവ് AK-47 ഇല്ല, അയാളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. സന്തോഷമൊന്നും കാണാമായിരുന്നു. സന്തോഷം ഉണ്ടെങ്കിൽ കണ്ണിന്ന് കൂടാവുന്നത് ആനന്ദ. എന്നിട്ട് എന്റെ കൂടെ എന്തിനാ പറഞ്ഞെന്നറിയാം? എന്റെ കൂടെ പറഞ്ഞു, ചേട്ടാ ഈ ഉപകാരം ഒരു കാലത്തും മറക്കില്ല. ഭായിയോ ബഹനോ ശുക്രിയാണ്. പറ്റിച്ചു. ഫോണിൽ കൂടെ ഇയാളെ വിളിച്ച് കെട്ടിപ്പിടിച്ച് മുസറാഫ് മലയാളത്തിൽ പറഞ്ഞില്ലേ? തന്നെ അങ്ങനെ വാങ്ങുന്നത്. അയ്യോ, ഓടി വരണേ, അയ്യോ,
സാറന്മാരെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഒക്കൂല. നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ അവ അതിനെ തന്നെ കൊല്ലും. എടേ പണ്ട് 10ാം കോട്ടി വെച്ച ഒരു ഗുർനാം സിംഗിനെ ഇതുപോലെ ഒരു ഓപ്പറേഷൻ വഴിയാണ് ഞാൻ കീഴടക്കിയത്. അതെങ്ങനെയെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈയിടെയായിട്ട് മെമ്മറീസ് ഒപ്പം പോവാം. ഈയിടെയായിട്ടില്ല, എനിക്കറിയാം കൊച്ചുനാൾ മുതലേ മെമ്മറി എല്ലാം ഓക്കെ, ഒന്നും വലിയ കാര്യമില്ല. ഇവിടെ കിടന്ന് ചുമ്മാ ഫുള്ളുകൾ അടിക്കാതെ എന്തെങ്കിലും തീരുമാനം നമ്മൾ ഉടനെ എടുക്കണം. ഈ കാവി വസ്ത്രം ഇട്ടും കൊണ്ട് ഇതുപോലെ തലമ്പ് പരിപാടികൾക്ക് എനിക്ക് മുമ്പിൽ കയറി നിൽക്കാൻ ഒക്കില്ല. വേണമെങ്കിൽ പറയാൻ നിൽക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ ഈ അന്തസ്സായ കാട്ടിക്കുപ്പായിട്ടുണ്ട് ഞാൻ മുന്നിൽ നിന്നാലും വെറും മോശം നാണക്കേട്. വെറും ഒരു പോലീസുകാരന് വെറും ഒരു DYSP പോലീസുകാരന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റനന്റ് കേണലായ ഞാൻ കയറി ഇടപെട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് അവരെ വിളിച്ച് പള്ളു വിളിക്കും. എന്നെ കണ്ടു പറ്റും. ഓ പ്രസിഡന്റുമായിട്ട് വളരെ ക്ലോസ് ആണല്ലേ? അതെല്ലാം അവിടെ ഇരിക്കും. എനിക്കിപ്പോ ഒരു ഐഡിയ, ഒരു ഐഡിയ. ഈ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ് ആരാണെന്ന് അറിയാം? എന്താണെന്ന് അറിയാം? ഈ സബ്ജക്റ്റും റോട്ടിക്കും എല്ലാം കുഴച്ചില്ല അവന്റെ മതിൽ നോക്കണം. ഇവനാണ് ഇതിന് പറ്റിയ കാൻഡിഡേറ്റ്. അയ്യോ, എനിക്കൊരു കുടുംബം ഉള്ളതാ. ആ അത് കാര്യം വേറെ. മറിയാമ്മയുടെ കാര്യമേ ഞാനും കൂടെ ഒന്ന് നോക്കണ്ടേ? നമ്മളല്ല ഞാൻ. എന്നാ നമുക്കൊരു ഐഡിയ. എന്തോന്ന് അതല്ല ഞാനും ആലോചിക്കുന്നത്. അയ്യേ വെറും മോശം. എങ്കിയൊരു കാര്യം, ഒടിയനെങ്കിൽ ഒടിയെ, ഇടിയനെങ്കിൽ ഇടി. നമുക്കില്ല മുരുകാങ്ങി ചെറുക്കനെ വിളിച്ച് ഇത് കംപ്ലീറ്റ് പരിഹാരം കണ്ടെത്താൻ. അതാണ് നല്ലത്. മുരുകനാണ് ഏറ്റവും ബെസ്റ്റ്. പോലീസിനെ കാണാവനാവും വേണം. പക്ഷെ ലെവനെ കാണാനില്ലല്ലേ? ഈ ഉണക്ക തീർച്ചാളാണെങ്കിൽ ഒരു ഫോണും ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ അടുത്ത കുത്തി അവന്റെ മൊബൈലിൽ വിളിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങ് വന്നേനെ. അതും ശരിയാണ്. ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ ഇത്ര പേരുടെ അടിക്കുന്നത്? അതെന്താ ശിക്ഷ ഇവിടെ കോപിച്ചിട്ടുണ്ട്. എന്തായി? പോവാ ഇല്ലേ, എന്തിനാണ് എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യണമെന്നെല്ലാം തീരുമാനിച്ചുകൊണ്ട് കുന്നിന്റെ വരെ പോണതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. കുന്നിന്റെ വരെയാണ് പിന്നെ ഓടാൻ പോലും കറക്റ്റ്. ഒന്ന് പട്ടാളത്തിലാണെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങള് എല്ലാ ഓപ്പറേഷനും മാപ്പ് വരച്ച് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഭാരതത്തിൽ മാപ്പ് കൃത്യമായി വരയ്ക്കാൻ പട്ടാളക്കാർക്ക് പ്രത്യേക പരിശീലനം. ഒരു ഐഡിയ ഞാൻ പറയാം. എന്റെ വലിയ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ. യവന്റെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. യമന്റെ ഫോൺ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇവൻ ചെന്ന് ആ തടിയനെ പിടിച്ചിട്ട് നമ്മളെ വിളിച്ച് അറിയിക്കട്ടെ. തടിയനെ പിടിച്ചെന്ന്. അതിലിവിടെ ഫോണില്ലേ? ഭീഷണി ഫോണില്ലല്ലേ? യവന്റെ ഫോണല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഓ, യവന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് അപ്പൊ ഇവൻ പോയി തടിയനെയും പിടിച്ചിട്ട് നമ്മളെ വിളിച്ചറിയിക്കും. തടിയനെ വിളിച്ചെന്ന്. അപ്പൊ നമ്മളെല്ലാരും എന്ത് ചെയ്യും? ചെന്ന് വീടങ്ങ് വളയും. ഇവിടെ നമ്മൾ കുന്നിന്റെ വരെ ഉള്ള വീടങ്ങ് വളഞ്ഞു നിൽക്കും. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട തടിയനെയും കൊണ്ടുവന്ന് ഇവനും എവിടെ ഈ പാവം ചായക്കടക്കാരനും കൂടെ അവനവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ട് കാര്യം തന്നെ അതിന് നോക്കണം. കൊണ്ടുണ്ട് മറിയാമ്മയുടെ ഷെൽഫിന്റെ 3ാമത്തെ പടിയിൽ കയറിയിരിപ്പുണ്ട്. പക്ഷെ ബെസ്റ്റ് ഐഡിയ തന്നെ. പക്ഷെ ഇപ്പോഴും നമ്മള് പിന്നെ വീടും വളഞ്ഞ് കുന്നിന്റെ വരെ നിൽക്കില്ല ഇപ്പോഴും. ഓ അത് ശരിയാണല്ലോ. സിമ്പിൾ. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ നിന്ന് ഈ ഫോണിൽ ഏത് ഈ ഫോണിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും സേഫായി എത്തിയത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നാ മതി. അത്രേ ഉള്ളൂ. ഇതെങ്കിലും ഒന്ന് ശരിയായിരുന്നെങ്കിൽ ഇയാൾക്കൊരു പ്രൊമോഷൻ കിട്ടുമായിരുന്നു. മെമ്പർക്കത് പറയാം. പ്രമോഷൻ നമ്മളെ കാര്യം എന്നാ ധൈര്യമായിട്ടിരിക്കണ്ട. ഇത് വേറെ ചീള് കേസ്. 4 പേർക്ക് കൊടുത്തിട്ടല്ലേ വരുന്ന ഈ കവിയത്ത് വേറെ കൊടുത്തോണ്ടല്ലേ നടക്കുന്നത്. ഇത് വേറെ ചീള് കേസ്. മുരുക, ഈ ആളെ കാണാതാണ് കാര്യം കയറി ഏക്കണം. യുവന്മാരെല്ലാം പുട്ട് പഠിച്ചോണ്ട് വാരിക്കളയും.
അവിടെ എന്താ കോൺസ്റ്റിപ്പേഷൻ? അല്ല തുമ്പി പറഞ്ഞത് ലവൻ ഭയങ്കര അഭ്യാസിയാണെന്നാണ് അവൻ. ജയന്റെ പാടി ധൈര്യമായിട്ടൊരു കാര്യം ചെയ്യാമെന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ വരുമ്പോ നിങ്ങൾ വരത്തണ. അയ്യോ വരുത്തിയതല്ല, അവൻ മറ്റേ അവനുണ്ടല്ലോ തടിയേ, അവൻ രാവിലെ 1 ലിറ്റർ പാമായിൽ തേച്ചാണ് കക്കർത്ത്. അത് കഴിഞ്ഞിട്ട് 4 കോഴി, 8 മുട്ട, 5 ലിറ്റർ പാല്, 22 ഇഡ്ഡലി, പിന്നെ ചോറ് വേറെ. അവന്റെ മസിലെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ പട്ടാള സാറിന്റെ തുകയുടെ അത്രയും കൊണ്ട് ഓരോ കൈയും ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ സംസാരിച്ചത് മറന്നുപോയാ? നമ്മൾ ഒരുമിച്ച് നിൽക്കാമെന്ന് തന്നെയാ പറഞ്ഞത്. ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ കയറി അങ്ങ് ഏറ്റത്. ഇതിപ്പോ എല്ലാം കൂടെ ഞാൻ കയറി ചെയ്യാനായിട്ട് ഞാൻ ആര് ജയിലല്ലേ? ബറ്റാലിയനായിട്ട് നിൽക്കാന്ന് നമ്മൾ പറഞ്ഞു. ബറ്റാലിയനായിട്ട് നിൽക്കാന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു. ഒരുമിച്ച്. എടേ നിനക്ക് എന്തൊരു പറ്റിയത്? നിന്റെ വിധി കറക്റ്റ്. ഞാൻ ഇപ്പോഴല്ലേ ഒരു കാര്യം ഓർത്തത്. അതാരിക്കുന്നത്? നമ്മുടെ മെമ്പർ. നമ്മുടെ മെമ്പർ. മെമ്പർ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ കയറി എത്തും? അത് പറ്റില്ല. അതൊരു രക്ഷയില്ല. ഇതെന്തായാലും പറയാം. ഇതൊരുമാതിരി സ്ക്വയർ ബാക്കുണ്ടെന്ന് പറയണ പോലെ ആയിപ്പോയി കേട്ടോ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞാണ് സിവിലിയന്റെ കാര്യത്തിൽ കയറി ഇടപെടല്ലോ. മെമ്പർ തന്നെ ഇതിനെ പറ്റിയ കാൻഡിഡേറ്റ് കുറെ നേരം കൊണ്ട് അവിടെ ചുമ്മാ കുണ്ടിയും ചൊല്ലി ഇയാളോട്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യനെ പോലെ നിഷ്ക്രിയൻ, ഒരു കാര്യത്തിന് ഗുണമില്ല. ഇയാള് തന്നെ ആയിരിക്കും അതിന് നേതൃത്വം നൽകേണ്ടത്. ലാഹോറിലേക്ക് വീണ്ടും ബസ് സർവീസ് തുടങ്ങുന്നു. കേരള പോലീസിന് ടിക്കറ്റ് വേണ്ട. ഇയാളെന്തിന് വെറും പൊട്ടനെ പോലെ ഇറങ്ങിപ്പോയി? നമ്മളെ മറ്റേ കോലക്ഷന്റെ പടത്തിലെ നായകനെ പോലെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കൊണ്ടില്ല. അതിനെങ്കിൽ ഇയാൾ പോയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം. ഇനി മുരുകൻ ഭായി എന്നെ ഇത് ഹാൻഡിൽ ചെയ്യും. നീ എന്നാ ഞാനൊരു കാര്യം പറയാം. മെമ്പർ പോയ സ്ഥിതിക്ക് ഇവിടെ അടുത്ത സീനിയോറിറ്റി ആർക്കാണ്? ആർക്കാണ്? നമ്മുടെ പോലീസുകാർക്ക്. പേടിച്ചു പോയാ. ഇതുപോലുള്ള പല വാണിഭങ്ങളിൽ നിന്നും മുൻ മന്ത്രിമാരെ ഐസ്ക്രീം പാർലറിൽ നിന്ന് വരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ സെക്ഷൻ IPC 47. ധൈര്യമായിട്ട് പോടെ, നീ പോടെ. അല്ല മുരുകൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മെമ്പർ പോയ സ്ഥിതിക്ക് പോലീസ് ഏമാൻ തന്നെയാണ് ഈ കേസ് കൈകാര്യം ചെയ്യാനുള്ളത്. ഈ കാക്കിക്കുപ്പായത്തിന്റെ വില ഏമാൻ അറിയാമോ? ഇതാര് ഡിപ്പാർട്ട്മെന്റ് ഫ്രീ ആയിട്ട് തന്നല്ലേ ഈ കാക്കിക്കുപ്പായം? ഞാൻ ഒരു കാര്യം പറ്റ ഇന്റർനാഷണൽ ഇഷ്യൂ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഫൗജി പട്ടാളക്കാരന്മാരെ ഹാൻഡിൽ ചെയ്തത്. ഇത് വന്ന് വെറും സിവിലൈസേഷൻ ഇഷ്യൂ. ഇത് കേരള പോലീസിന് വരെ ഹാൻഡിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇല്ല, ഒരു പ്രേതത്തിന്റെ പോലീസ് കാവലി എന്നൊരു പോലീസുകാരന് 7 ദിവസം 14 ദിവസം വെച്ച പനി പിടിച്ച് കിടന്നിട്ട് പത്രത്തിൽ വായിച്ച അതാര്? മറിയാമ്മ ചന്തേന്ന് വന്നാ? അയ്യോ ഞാൻ അതിപ്പാണ് ഓർത്തത്. വന്നില്ലേ? നിന്റെ കാര്യം അറിയാമ ചന്തേന്ന് വന്നോന്ന് എന്റെ അടുത്ത് ചോദിക്കുന്ന. ഇതേ മറിയാമെന്ന് പറഞ്ഞ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ എന്റെ ഭാര്യ പോലെ തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ചന്തയിൽ പോയി മറിയാമ്മ നോക്കിയിട്ട് വരാം. കുമാറിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാർ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പോട്ടാ. എന്റെ സ്വത്തിയമ്മ പോണാ? പണയുടെ പൈസ അയ്യേ അതും പോയി. എല്ലാരും പോയി. മുരുക എല്ലാവരും വാങ്ങി. ഇനി നമ്മൾ 4 പേര് വേണം ഒറ്റയ്ക്ക് കേസ് കൈകാര്യം ചെയ്യാൻ. 4 പേര് എവിടെ ഇരിക്കുന്നു? അത് തന്നെ നമ്മുടെ 3 പീപ്പിൾസ് അല്ലേ ഉള്ളൂ. ഏക് ദോ തീൻ ചാർ. അതേ 1 2 3 നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഏക് ദോ തീൻ. അതിരിക്കട്ടെ, സമയത്തായി 7:30 മണിയാ. ഇപ്പോഴല്ലേ മറ്റേ മഠത്തിലെ മഠാധിപതിയുള്ള മീറ്റിംഗ്. എനിക്ക് പോയാൽ പറ്റും. അയ്യോ അവിടെ തന്നെ സ്വാമി എനിക്കും വാമ്പേറും. പടക്കം പടക്കം. എവിടെ? നിന്റെ കൂടെ ആര് പറഞ്ഞു? അവിടെ ഒരുമിച്ച് പോകല്ലേ? റിലീജിയസ് പ്ലേസ് എന്തിനാ ഭയമാണ്? ബാമ്പ്
അതൊക്കെ വട്ടാവണം. അതിനേക്കാളിലൊക്കെ വില കുറഞ്ഞുള്ള കടകളിലെല്ലാം കിട്ടിയത് വട്ടാവണം. ഇത് എറിയണതാണ് ഇപ്പോഴും മുഖ്യ വിനോദം പാമ്പ്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ഇനി എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ രണ്ടുപേരെ ആരെങ്കിലും വിളിച്ചോളാം. നമ്പറെല്ലാം ഉണ്ടല്ലോ. നിങ്ങളെ വിളിക്കാനല്ല, എന്റെ കയ്യിലാണെങ്കിൽ മൊബൈലുകളുണ്ട്. ഇയാളുടെ കയ്യിൽ എന്തിരിക്കുന്നു? എന്റെ ഇല്ല. ഇത് പിന്നെ എന്തൊരു കപ്പലിന്റെ ഉണ്ടായി. ഇവിടെ പിന്നെ നിന്റെ കൂടെ ഒരു കാര്യം, കയ്യില് പടക്കം ഇരിക്കണമെന്ന് പറഞ്ഞ് ചുമ്മാ കണ്ടവന്റെ ഒന്ന് ഉച്ചയിൽ എറിയുന്നു. ഞാൻ വിളിച്ച് ദോന്ന് പറഞ്ഞ് കാണിച്ചു. എവിടെ? ഇവിടെ അല്ല, അവിടെ. അപ്പോഴവന്റെ ഉച്ചയിൽ ഉന്നം പിടിച്ചെറിഞ്ഞോ, മനസ്സിലായി? ഇത് എത്രയോ കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഉച്ചിയിലോ അച്ചിക്കോ പാച്ചിക്കോ അറിയാം. അത് കാര്യം ഞാൻ ഏറ്റു. അപ്പൊ എല്ലാം സമസ്തോ സുഖിനോ ഭവന്തു, എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ കേട്ടോ. ഇടയിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ അപ്പോഴേ വിചാരിച്ചു എല്ലാവന്മാരും വാരും കൊടുക്കാൻ പട്ടാള സാറിന്റെ കേസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അല്ല, സാറ് പട്ടാളമായതുകൊണ്ട് ഒരു വലിയ പ്രശ്നമായിരിക്കും എനിക്കറിയാം. പാടി കണ്ടറിയാലോ. ഇവിടെ അതെല്ലാം ശരിയല്ല. പണ്ട് ലഡാക്കിൽ കേട്ടാ, പണ്ട് ലഡാക്കിൽ ട്രെയിനിങ് സമയത്ത് മടി കിട്ടാതെ വരുമ്പോ ഞങ്ങൾ മിസൈലിട്ടാണ് കുട്ടിയും കോലും കളിച്ചോണ്ടിരുന്നത്, അറിയാം. പക്ഷെ ഇവിടെ ഇപ്പൊ പ്രശ്നം അതല്ലല്ലോ. എന്തോ പ്രശ്നം സാറേ, സാർ ധൈര്യമായിട്ട് പോണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറക്കെ ഒരു വിസ അടിച്ചാൽ മതി, ഞാൻ ഇറങ്ങി ഓടിക്കളയാ. എടാ, നീ പരിപ്പ് കടയിൽ വാഷിംഗ് പൗഡർ മീനിങ് അപ്പസോട. അപ്പസോട അതൊക്കെ വലിയ ഹോട്ടലുകളിൽ ഇരിക്കാനുള്ള പാങ്ങൊന്നുമില്ല. അല്ല, എന്ത് ചോദിച്ചത്? കാലത്തെ നിന്റെ വട അടിച്ചത് തൊട്ട് വയർ ഒരുമാതിരി കാർഗിൽ പോലെ ഇരിക്കണം. ഇപ്പോഴും പോണം തോന്നിയാണ്. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് എപ്പോ വരും? എടാ, അതൊന്നും പറയാൻ നോക്കില്ല. അതെല്ലാം ഷിറ്റിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ഞാൻ പോയിട്ട് വരാം. സാറേ, എനിക്കൊന്നും ഒറ്റയ്ക്കൊന്നും ചെയ്യാവൂല. നീ ധൈര്യമായിരിക്കണേ. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ അധികം ഇന്നത്തെ പ്രശ കാണോ ഇല്ലേ? അയ്യോ, ഞാൻ പൊക്കല്ലോ. ഇനി ഞാൻ ഇവിടെ നിങ്ങൾ നിന്റെ കട വൃത്തിയാടാവും. ഞാൻ പോയിട്ട് വരാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്നെ മനസ്സിലായോ? ഞങ്ങളാണ് പുതിയതായിട്ട് മോളിൽ താമസിക്കാൻ വന്നിരിക്കുന്നവര് കേട്ടോ. ഇതേ എന്റെ ഭർത്താവ് ശിവാജി. താൻ ഇതിന് വല്ല തിന്നാൻ കൊടുത്തോടും? അയ്യോ, ചോദിച്ചില്ല, ഒന്നും കൊടുക്കില്ല. ഒരൊറ്റ സാധനം കൊടുത്തു പോകരുത്. 100 കൂട്ടം ജോലിയുണ്ട് മോളില്. അപ്പോഴാണ് ചായക്കട വായി നോക്കാൻ വന്നിരിക്കുന്നത്. നടക്കുവാ അങ്ങോട്ട്.
നിന്റെ കണ്ണുനീർ തുള്ളികളൊപ്പുവാൻ അവൾ പറഞ്ഞ കഥകൾ കേട്ടു പറന്നു വന്നതോ നൊന്തു നീറുമെൻ ഹൃദയ വേദന കണ്ടു നിൽക്കാനാകാതെ അരികിൽ വന്നതോ അവളെ എന്തിനാക്കൾ ചൊല്ലി മടങ്ങി വന്നതോ എന്റെ രാഗവും എന്റെ താളം എന്നെ വിട്ടകന്നു പോയതവളറിഞ്ഞുവോ എനിക്കിനാക്കളിൽ ഞാൻ ഉയർത്തിയ കളി വീടും തകർന്നു പോയ